നമസ്കാരം. 2017 ഏപ്രിൽ 13 അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ഒരു ബോംബ് ആക്രമണം നടത്തി. US തങ്ങളുടെ ഏറ്റവും വലിയ ആണവ-ഇതര ഉപകരണമായ GBU-43 മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് ബോംബാണ് അവിടെ പ്രയോഗിച്ചത്. ഏകദേശം 90 IS ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് വിളിപ്പേരുള്ള ഈ ബോംബ് ആദ്യമായി പരീക്ഷിക്കുന്നത് 2003-ലാണ്. 11 ടൺ TNT ആണ് ഇതിന്റെ ശേഷി. പക്ഷേ ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോംബല്ല ഇതെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും. അതെ, എല്ലാ ബോംബുകളുടെയും പിതാവ് അഥവാ ഫാദർ ഓഫ് ഓൾ ബോംബ്സ് കൂടിയുണ്ട്. അതാകട്ടെ ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തി എന്നറിയപ്പെടുന്ന റഷ്യയുടെ കയ്യിലാണ്. അത്യാധുനിക ബോംബുകൾ, മിസൈലുകൾ തുടങ്ങിയ ആയുധങ്ങളുടെയൊക്കെ കാര്യത്തിൽ റഷ്യ ബഹുദൂരം മുന്നിലാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. റഷ്യൻ ബോംബുകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ഫോബ്. ആണവേതര ബോംബുകളിൽ ഏറ്റവും കരുത്തുറ്റതും മാരകവും അതിവിനാശകാരിയുമായിട്ടാണ് ഫോബ് അറിയപ്പെടുന്നത്. ഏവിയേഷൻ തെർമോബാരിക് ബോംബ് ഓഫ് ഇൻക്രീസ്ഡ് പവർ എന്നാണ് ഇവയുടെ യഥാർത്ഥ പേര്. തെർമോബാരിക് ബോംബ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഫോബ് വഴി വളരെ ഉയർന്ന താപനിലയിൽ സ്ഫോടനം നടക്കുന്നു. ഇത്രയും ഉയർന്ന താപനില മൂലം ബോംബ് വിസ്ഫോടനം നടക്കുന്നതിന്റെ ചുറ്റിലുമുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളും മറ്റ് ജൈവ വസ്തുക്കളും ഞൊടിയിടയിൽ ചാരമായി പോകും. എത്രത്തോളം വിനാശകാരിയാണ് ഈ ബോംബ് എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 2007-ലായിരുന്നു ഈ ബോംബിന്റെ പരീക്ഷണം റഷ്യൻ സൈന്യം നടത്തിയത്. റഷ്യയ്ക്കും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചുവന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഫോബ് പ്രഖ്യാപനം വന്നത് എന്നതും ശ്രദ്ധേയം. ഒരു ആണവ ബോംബ് വിസ്ഫോടനത്തിന്റെ അതേ വ്യാപ്തിയും ശേഷിയുമുള്ളതാണ് ഈ ബോംബിന്റെയും വിസ്ഫോടനം. എന്നാൽ ആണവായുധത്തിന്റെ പരിസ്ഥിതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇതിൽ നിന്നുണ്ടാവുകയുമില്ല. ബോംബ് പരീക്ഷണത്തിന് ശേഷം അന്നത്തെ റഷ്യൻ സൈനിക ഉപമേധാവി അലക്സാണ്ടർ റഷ്കിൻ നടത്തിയ പ്രസ്താവനയും ഈ വസ്തുതകൾക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു. ഫോബ് സാധാരണയായി 2 ഘട്ടങ്ങളിലായാണ് പൊട്ടിത്തെറിക്കുന്നത്. ആദ്യം ഒരു ചെറിയ സ്ഫോടനം വഴി സ്ഫോടക വസ്തുക്കൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ മൂലം ആകാശം മേഘാവൃതമായി തോന്നും. ഇതൊന്നുകിൽ സ്വയമേവ വായുവിൽ ജ്വലിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചാർജ് വഴി കത്തിപ്പിടിക്കുകയോ ചെയ്യുന്നു. ഈ സമയത്ത് ഒരു പരമ്പരാഗത സ്ഫോടക വസ്തുവിൽ നിന്നുള്ളതിനേക്കാൾ വളരെയധികം മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സ്ഫോടനത്തിലെ വാതകങ്ങളുടെ ഉപഭോഗം കാരണം ഒരു വാക്വം ഉണ്ടാകുന്നു. ഇത് സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് അടുത്തുള്ള വസ്തുക്കളെ വലിച്ചിടുന്നതിലൂടെ സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കും. അൾട്രാസോണിക് ഷോക്ക് വേവും അവിശ്വസനീയമാംവിധം ഉയർന്ന താപനിലയുമാണ് പ്രധാന നാശം വരുത്തുന്നത്. സ്ഫോടനം നടന്ന ശേഷം ജീവനുള്ളതെല്ലാം വെറും നിമിഷങ്ങൾ കൊണ്ട് ബാഷ്പീകരിക്കപ്പെടുമെന്ന് റഷ്യൻ മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് 2007-ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2007 സെപ്റ്റംബർ 11-നാണ് ബോംബ് ആദ്യമായി പരീക്ഷിച്ചത്. ഇന്ധന വായു ബോംബ് എന്നും അറിയപ്പെടുന്ന ഏവിയേഷൻ വാക്വം ബോംബ് ഇതുവരെ സൃഷ്ടിച്ചതിൽ വച്ച് ഏറ്റവും ശക്തമായതാണെന്നാണ് റഷ്യൻ സൈന്യത്തിന്റെ അവകാശവാദം. US-ന്റെ മോബാബിനേക്കാൾ 4 ഇരട്ടി ശക്തമാണ് ഫോബ്. റഷ്യയ്ക്ക് തെർമോബാരിക് ബോംബുകളുണ്ടാക്കുന്നതിൽ സാങ്കേതികപരമായ മേൽക്കൈയുള്ളതാണ് ഇതിന് കാരണം. അമേരിക്കൻ മോബാബിന് 11 ടൺ TNT ശേഷിയാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ ഫോബിന്റെ ശേഷി 44 ടൺ TNT ആണ്. 7100 കിലോ ഭാരമുള്ള ഫോബ് മോബാബിനേക്കാൾ ഭാരം കുറഞ്ഞതാണ്. സ്ഫോടനത്തിന്റെ 1000 അടി വ്യാസത്തിലുള്ള സ്ഥലം പൂർണ്ണമായും നശിപ്പിക്കാനും ഫോബിന് കഴിയും. സ്ഫോടക വസ്തുക്കളിൽ ഒരു ഓക്സൈഡിംഗ് ഏജന്റ് വഹിക്കുന്നതിന് പകരം ഇത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ആയുധങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഊർജ്ജം നിയന്ത്രിക്കുക എന്നത് പ്രയാസമാണ് താനും. തെർമോബാരിക് ബോംബുകൾ പ്രധാനമായും നഗരപ്രദേശങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. കെട്ടിടങ്ങളിലോ ബങ്കറുകളിലോ മറഞ്ഞിരിക്കുന്ന എതിരാളികളെ ലക്ഷ്യം വെച്ച് ഇവ ഉപയോഗിക്കാൻ സാധിക്കും. റഷ്യ ഉൾപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളിൽ ഫോബ് ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.